ഒരാളെ വിളിച്ചു വരുത്തി പറയിപ്പിക്കല്ലേ. ഇന്റർവ്യൂവിന്റെ രീതിയൊക്കെ കണ്ടവരില്ലവിടെ. ആരെയോ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് പറയിപ്പിക്കുകയാണ്, ചോദ്യങ്ങൾ കുത്തി കുത്തി ചോദിച്ച്. പേരോട് തന്നെയാണ് ഇന്റർവ്യൂ നടത്തുന്നത്. എന്താ കാരണം? അയാൾ ഉദ്ദേശിച്ച മറുപടി കിട്ടണമെങ്കിൽ അയാൾ തന്നെ നടത്തണം. അതുകൊണ്ടാണ് അയാൾ പുറകിൽ നിന്ന് കാണാതെ, ശബ്ദം തിരിയുന്നവർക്കറിയില്ലേ പേരോടാണെന്ന്. AP ഉസ്താദിനെയും അദ്ദേഹം വല്ലാതെ വിചാരണ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പുറത്തു പറയേണ്ട ഒരു അവസ്ഥ ആവശ്യം വന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇസ്ലാമിന്റെ മര്യാദ പ്രകാരം ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ പഠിക്കണം, അറിയണം, കാണണം, ബന്ധപ്പെടണം. ബോധമില്ലാതെ വിവരമില്ലാതെ കേട്ടത് വെച്ച് പറയരുത്. കേട്ടത് വെച്ച് പറഞ്ഞാൽ കൊടും കള്ളനായി തീരാൻ അത് മതിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്കറിയാം. അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും അംഗീകരിക്കുന്നുണ്ട്. ഏതായാലും പേരോടിന്റെയും സൈദിയുടെയും കാസറ്റ് മാത്രം മതി അവർക്ക് മറുപടി പറയാൻ, സത്യാന്വേഷികൾക്ക് മനസ്സിലാക്കാൻ. എങ്ങനെയായിരിക്കണം നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്ന് പേരോട് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞ ഒരു വിഷയം, ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. അറിയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ചും നാം തീരുമാനം പറയരുത്, നാം സംസാരിക്കരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ പറയുന്നത് കളവാകാൻ കേൾക്കുന്നതൊക്കെ പറയുക, കേൾക്കുന്നതൊക്കെ പ്രസംഗിക്കുക, അതും കളവ് വന്നുകൂടാൻ ഏറ്റവും വലിയ കാരണമായിട്ട്. കളവ് പറയുന്നവനും വ്യഭിചരിക്കുന്നവനും തോന്നിവാസം ചെയ്യുന്നവനും പലിശ വാങ്ങുന്നവനുമൊക്കെ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ഒരു ആരോപണമെന്ന് പറയുന്നത് കേട്ടാൽ പെട്ടെന്ന് തന്നെ പണ്ഡിതനെ കുറ്റം പറയുന്ന സ്വഭാവമില്ലേ ചിലർക്ക്? നേരെ മറിച്ച് സത്യമാണോ അല്ലേ എന്ന് ചിന്തിക്കാതെ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്നവരില്ലേ? പേരോട് തന്നെ പറഞ്ഞു, ഖുർആൻ ആയത്തും ഹദീസും ഉദ്ധരിച്ച് വ്യക്തമായ പഠിപ്പില്ലാതെ അറിയാതെ പറയരുത്, തീരുമാനം എടുക്കരുത്. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ തീരുമാനം പറയാൻ, നടപടിയെടുക്കാൻ ഇവര് കണ്ടിട്ടുണ്ടോ? ഇവര് വ്യക്തമായി അറിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പണ്ട് പലരെക്കുറിച്ചും തീരുമാനം പറഞ്ഞിട്ടുണ്ട്, പല പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കാതെയാണോ? ഒരിക്കലും അങ്ങനെ പറയരുത്. ഇപ്പോഴും ഷെയ്ഖ് മുഖ്താറിനെ കാണാതെ ഇവര് തീരുമാനം എടുത്തതിന് അനുയായികളിൽ നിന്ന് ചോദ്യം വന്നപ്പോ കാണലൊന്നും സമസ്തയുടെ നയമല്ല എന്ന് പറയുന്നവർ ജനങ്ങൾ എന്ത് തെറ്റിദ്ധരിക്കും? കാണാതെയും പഠിക്കാതെയാണ് ഇതുവരെ മറ്റ് പ്രസ്ഥാനങ്ങളെ എതിർത്തത് എന്ന് വരില്ലേ? ഒരിക്കലും ശരിയല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബി പ്രസ്ഥാനം വന്നപ്പോൾ ആ കാലഘട്ടത്തിലുള്ള അവിടെയുള്ള ഉലമാക്കൾ നേരിട്ട് കണ്ട് വാദപ്രതിവാദം നടത്തി. അദ്ദേഹം ഒരു കാരണവശാലും ഹഖിലല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ മറുപടി എഴുതിയതും അവർ അദ്ദേഹത്തിനെതിരിൽ പ്രചാരണം നടത്തിയതും. ആ കിതാബുകളുടെ രേഖകൾ വെച്ച് അതിന്റെ തെളിവുകളെ സലക്ഷം അവതരിപ്പിച്ചിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഹാബി പ്രസ്ഥാനത്തെ എതിർത്തത്. എന്നിട്ട് ഖാദിയാനിയെ കാണാൻ പോയിട്ടുണ്ടോ? പഠിക്കാൻ പോകാൻ പറ്റുന്നവരെയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ന്യായീകരിക്കാൻ വേണ്ടി പറയാണ്, യാതൊരു സത്യസന്ധതയില്ല, എന്താണ് പറയുന്നത് പോലും അറിയില്ല. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുമായി സമസ്തയുടെ ആലിമീങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? മുജാഹിദ് പിഴച്ചതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഇബ്നു അബ്ദുൽ വഹാബുമായോ അല്ലെങ്കിൽ മറ്റാരുമായോ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ട് തീരുമാനമെടുത്തതാണോ? അതുപോലെ ജമാഅത്ത് ഇസ്ലാമി പിഴച്ചതാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൗദൂദി സാഹിബുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനമെടുത്തതാണോ? എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് മനസ്സിലാക്കാത്ത ഈ പാവം മനുഷ്യനെ ഈ കക്കാട് പൈസ കുടുക്കി ഒരു കുടുക്ക് നോക്ക് നിങ്ങൾ. അതെ, കക്കാട് കുടുക്കിയിട്ടുണ്ട്, ശരിയാണ്. എന്താ കുടുക്കിയത്? ഹക്കായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അദ്ദേഹം ആ വഴിയിൽ തുടരുന്നു. അതേ സന്ദർഭത്തിൽ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ സമസ്ത കാണാൻ പോയിട്ടുണ്ടോ? ഈ എന്തൊരു അബദ്ധാണ് ഈ പറയുന്നത്? ഇതൊക്കെ മനുഷ്യന്മാർ കേൾക്കൂലേ? 1925 ശേഷമാണ് സമസ്ത വരുന്നത്. എന്നാൽ 1908 മരിച്ചു പോയിട്ടുണ്ട് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. ആ മരിച്ചുപോയ മനുഷ്യനെ സമസ്ത കാണാൻ പോല. എന്താണ് ഈ പറയുന്നത്? എന്നാൽ ഖാദിയാനികൾ അബദ്ധമുള്ളവരാണ് എന്ന് സമസ്ത രേഖകൾ വെച്ച് പഠിച്ചു. മിർസാ ഗുലാമിന്റെ കാലഘട്ടത്തിലുള്ള യഥാർത്ഥ പണ്ഡിതന്മാർ അദ്ദേഹത്തെ സംവദിച്ചു, മുബാഹല പോലും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കള്ളനാണെന്ന് ഉറപ്പായിട്ടുണ്ട്, കാഫിറാണ് എന്ന അസന്നിഗ്ധമായ പ്രഖ്യാപനം രേഖകൾ വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറയണോ? കാണാൻ കഴിയില്ലല്ലോ മരിച്ചുപോയ മനുഷ്യനെ. വിനീതമായി ഞാൻ ചോദിക്കട്ടെ,
അദ്ദേഹത്തിന്റെ 2665 വരികൾ വരുന്ന ഖസീദ അത് പൊക്കിപ്പിടിക്കുന്നുണ്ടല്ലോ പേരോട്, ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ പേരോട്. അതിൽ ഇന്ന ഭാഗത്ത് ഇന്ന തെറ്റ് എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ? അത് വേറെ ഒരു വിഷയം പറയാൻ വേണ്ടി അതിലെ ആമുഖത്തിലെ 4 ബൈത്ത് മനോഹരമായി ചൊല്ലി. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അത് വിമർശിക്കാനല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടി തെളിവായിട്ട് ഉദ്ധരിച്ചതാണ്. അതേ സന്ദർഭത്തിൽ ഷെയ്ഖ് മുഖ്താറിന്റെ കിതാബ് ഇവിടല്ലേ, എന്നിട്ട് വിമർശിച്ചു. ഒരക്ഷരം പറഞ്ഞിട്ടില്ല, ഒരു ഭാഗത്തും. സൈദിയും പറഞ്ഞിട്ടില്ല, കാന്തപുരം പറഞ്ഞിട്ടില്ല. 1. 2, ഷെയ്ഖ് മുഖ്താറിന്റെ 100 കണക്കിന് ലേഖനങ്ങൾ, അദ്ദേഹത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങൾ അച്ചടിക്കപ്പെട്ടിട്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ലോകത്തൊക്കെ കിട്ടുന്ന രൂപത്തിലില്ലേ? ഏതെങ്കിലും ഒരു ഇബാറത്ത് ഒരു സ്ഥലത്ത് വായിച്ചിട്ട് പേരോട് പറഞ്ഞോ ഷെയ്ഖ് മുഖ്താർ ജാഹിലാണ്, നോക്ക് ഷെയ്ഖ് മുഖ്താർ ഇതാ പറഞ്ഞിട്ടുണ്ട്? ഒരു സ്ഥലം പറഞ്ഞിട്ടില്ല. ഈ വിനീതന്റെ ക്ലാസ്സിൽ എവിടെയോ വന്ന അബദ്ധങ്ങളോ പിഴവുകളോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ എടുത്തിട്ട് ഒരു ഷെയ്ഖിനെ എതിർക്കേണ്ടത് അങ്ങനെയാണോ? അയാളെ നേരിട്ട് കണ്ടില്ല എന്ന് വെക്കുക, എന്നാൽ അയാൾ ഷെയ്ഖ് എഴുതിയതും ഷെയ്ഖ് നേരിട്ട് പറഞ്ഞതും ഇല്ലവിടെ. അത് വരി വായിച്ചിട്ട് ഇതാ തെറ്റുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞോ ഇതുവരെ? ഇനി ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ ആരെയും വെല്ലുവിളിക്കൂല. കാരണം അതിനും തയ്യാറായി ഖസീദ ഷറാബുൽ വസീലിനെയും വിമർശിക്കാൻ ഏതെങ്കിലും 4 മുന്നോട്ട് വന്നാൽ അവരുടെ ഗതികേട് എന്നല്ലാതെ എന്താ പറയാ? ഫലാ തഖൂലു ബിഹാറൻ അഹ്ലകത് സുഫുന എന്ന് ശൈഖ് റളിയല്ലാഹു അൻഹു ഖസീദയിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വെറുതെ നശിക്കാൻ നടക്കണ്ട. ഇവിടെ കേരളത്തിലെ ഒരു മുസ്ലിം നാമധാരി മറ്റു മതഗ്രന്ഥങ്ങളെയൊക്കെ കളിയാക്കി അവഗണിച്ച് കുറ്റം പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം പറഞ്ഞു ഖുർആനിൽ നിന്ന് അങ്ങനെ തെറ്റൊന്നുമില്ല, അത് കാണിക്കാൻ പറ്റുമോ? അപ്പോഴ് മുസ്ലിം നാമധാരിയായ ഒരു അബ്ദുള്ള എന്ന മനുഷ്യൻ പുസ്തകം എഴുതി ഖുർആനിൽ 30-ലധികം നഹ്വിയായ തെറ്റുകളുണ്ട്. ഖുർആനില് അല്ലാഹു തആല ഇറക്കിയ ഖുർആനില് നഹ്വിന്റെ തെറ്റ് തന്നെ 30ഓളം തെറ്റുണ്ട്. ഒരു നിലക്കും ശരിയായി പറയാൻ പറ്റില്ല. പിന്നെ തത്വത്തിലും ദർശനത്തിലും മുഴുവൻ കള്ളത്തരങ്ങളാണ്, അബദ്ധങ്ങളാണ് ഖുർആനിലുള്ളത്. മുസ്ലിം പേര് വെച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് കേരളത്തിൽ. അത്തരം മുസ്ലിം നാമധാരികൾക്ക് അത് നാമധാരിയാണ്, എന്തും എഴുതാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ രേഖകൾ വെച്ചിട്ട് കളിക്കണം എന്നല്ല, അത് വെച്ച് പറഞ്ഞതായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഞാനിതാ ജനങ്ങളോട് പറയുന്നു, പേരോടിന്റെയും സഅദിന്റെയും പ്രസംഗത്തിൽ 8.5 മണിക്കൂറുള്ള പ്രസംഗത്തിൽ ഒരു സ്ഥലത്തും ഷറാബുൽ വസ്ൽ എന്ന ഖസീദയിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു നിരൂപണവും നടത്തുന്നില്ല. തെളിവിന് വേണ്ടി 4 ബൈത്ത് ചൊല്ലിയതല്ലാതെ. ഷെയ്ഖ് മുഖ്താറിന്റെ 1000-കണക്കിന് പേജുകളുള്ള ലേഖനങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. ഒരു വരി പോലും പേരോട് എവിടെയും വായിച്ചു പറഞ്ഞിട്ടില്ല, സഅദി പറഞ്ഞിട്ടില്ല. ഈ വിനീതന്റെ അബദ്ധം വന്നിട്ടുണ്ടാകാം, പ്രസംഗത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ എനിക്ക് യാതൊരു മടിയില്ല, വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പേരോട് ചൂണ്ടി പറഞ്ഞു, ക്ലിപ്പൊക്കെ ഇട്ടിട്ട് അൽഹംദുലില്ലാ ഞാനത് തിരുത്തുന്നു. അബ്ദുൽ അസീസുനി ദബ്ബാഗ് എന്ന് ഞാൻ പറഞ്ഞത് വലിയൊരു കുറ്റായിപ്പോയി, പെൺകുറ്റം തന്നെ ആയിപ്പോയി. അത് ക്ലിപ്പ് വെച്ച് കാണിക്കുകയാണ്. അബ്ദുൽ അസീസിനി ദബ്ബാഗ് എന്നാണ് പറയേണ്ടത്. നല്ല കാര്യം, നന്ദി പറയുന്നു. അതുപോലെ ഞാൻ പറഞ്ഞ ചില തെറ്റുകൾ തന്നെ, ഇന്ന വലിയയില്ലാഹു എന്ന് ഞാൻ ഖുർആനിക ആയത്തോതിയതിൽ ഹർക്കത്ത് തെറ്റിപ്പോയി, വലിയ അബദ്ധാണ്. അല്ലാഹു തആല എനിക്കത് പുറത്തു തരട്ടെ. പ്രിയപ്പെട്ട പേരോട് പറഞ്ഞു അങ്ങനെയല്ല ഓതേണ്ടത്, അത് അയാൾക്ക് അറിയില്ലെങ്കിൽ ഇതാ എന്ന് പറഞ്ഞ് ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ ആയത്തോതിയപ്പോൾ ഒരു ഹർഫ് പിഴച്ചത് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുപോലെ 4-5 സ്ഥലങ്ങളിൽ അക്ഷരത്തെറ്റുകളും പ്രയോഗത്തെറ്റുകളും ഒക്കെ അദ്ദേഹം തിരുത്തി തന്നിട്ടുണ്ട്. അത് തെറ്റ് തന്നെയാണ്, ഞാൻ ന്യായീകരിക്കൂല. അതുപോലെ ഞാൻ പറഞ്ഞെടുത്ത് ഒരു അബദ്ധം അദ്ദേഹം തിരിച്ചു തന്നത് എനിക്ക് വലിയ സന്തോഷമായി. എന്താണത്? ഇമാഫത്തുൽ അദാ അനി ത്വരീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുപ്രധാന ഹദീസാണ്.